أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا رحمة من ربك إن فضله كان عليك كبيرا. قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 910 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 87-88 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക ഇന്ന ഫദ്ലഹു കാന അലൈക കബീറാ. ഖുൽ لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 87-88 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 85-86 ആയത്തുകളുടെ തുടർച്ചയായി ആ ഭാഷണത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന രണ്ടായത്തുകളാണ് 87-88 ആയത്തുകൾ. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ജനങ്ങള് റൂഹിനെ കുറിച്ച് പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുകയുണ്ടായത്. എന്നിട്ട് റൂഹ് എന്താണ് എന്നത് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. പ്രവാചകരെ താങ്കൾ പറയുക, വ്യക്തമാക്കുക. റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്നത് എന്റെ നാഥന്റെ ആജ്ഞയാൽ ഉണ്ടാകുന്നതാണ്. എന്റെ നാഥന്റെ ആജ്ഞയാൽ വരുന്ന സംഗതിയാണ് റൂഹ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ജ്ഞാനത്തിന്റെ വളരെ ചുരുങ്ങിയ ഭാഗം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. വല ഇൻ ശിഅ്ന, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലനദ്ഹബന്ന ബില്ലദി ഔഹൈന ഇലൈക, താങ്കളിലേക്ക് ദിവ്യബോധനമായി നാം അവതരിപ്പിച്ച് തന്നിരിക്കുന്നതിനെ നാം അങ്ങ് കൊണ്ടുപോയി കളഞ്ഞെന്ന് വരും. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അതിനെ അങ്ങ് പിൻവലിക്കും. അങ്ങനെ സംഭവിച്ചാൽ സുമ്മ ലാ തജിദു ലക ബിഹി അലൈന വക്കീല, പിന്നെ നമ്മുടെ അടുക്കൽ നിന്ന് അത് പിടിച്ചു വാങ്ങി തരാൻ നിനക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ പറ്റുകയില്ല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ മുഖ്യമായി അവിടെ വരുന്ന വിഷയം ഖുർആനാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്നതാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രബോധിത സമൂഹത്തിലെ പ്രമാണിമാരും നേതാക്കന്മാരും ഒക്കെയായ നിഷേധികളായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ് ഈ സംഗതി എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന് മറുപടിയായിട്ട് കൂടിയാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്തെ ആയത്ത് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന കാര്യം,
നിനക്ക് ദിവ്യബോധനമായിട്ട് നാം നൽകിയിട്ടുള്ള ഈ ഖുർആൻ ഇത് നാം അങ്ങ് പിൻവലിച്ചു എന്ന് സങ്കല്പിക്കുക. നാം അങ്ങ് എടുത്തു കളയുകയാണ്. അങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കി മുഴുവൻ മനുഷ്യരും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് ആർക്കും തന്നെയും ഈ അള്ളാഹു പിൻവലിച്ച ആ ഖുർആന്റെ സ്ഥാനത്ത് അത് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചതാണ്, അദ്ദേഹം ചമച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണ് എന്നതൊക്കെയാണ് അവര് മുന്നോട്ട് വെക്കുന്ന വാദമെങ്കിൽ അള്ളാഹു അതങ്ങ് പിൻവലിച്ചു എന്ന് വെക്കുക സാധിക്കും? ഇവർക്ക് ആർക്കെങ്കിലും അത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എത്തിക്കാൻ അവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്നതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരാളെയും ഒരു സഹായിയെയും കണ്ടെത്താൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുകയുണ്ടായത്. നമ്മൾ ഇന്നലെ വായിച്ചു വെച്ച ഭാഗം അതാണ്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക, നിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള നിനക്കായുള്ള വലിയ കാരുണ്യമാണ് ഈ സംഗതി ഖുർആൻ. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനും അതുപോലെ അള്ളാഹുവിന്റെ സകല പിൻബലവും പിന്തുണയും ഒക്കെ തന്നെ താങ്കളുടെ റബ്ബിന്റെ കാരുണ്യത്താൽ മാത്രം ഉണ്ടായതാണ്. അതാർക്കും അവകാശപ്പെട്ട് വിരട്ടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നും കൈക്കലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അള്ളാഹു അവന്റെ റഹ്മത്ത് എന്നുള്ള നിലക്ക് നൽകിയിട്ടുള്ളതാണ് ഈ സംഗതി. ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എന്നുള്ള നിലക്ക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള അവന്റെ ഔദാര്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന ഫദ്ലഹു കാന അലൈക കബീറ, നിശ്ചയമായിട്ടും അള്ളാഹുവിന് താങ്കളോടുള്ള ഔദാര്യം അത് വളരെ വലിയത് തന്നെയാണ്. വളരെ വലിയ ഔദാര്യമാണ് താങ്കളുടെ റബ്ബ് താങ്കളോട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അള്ളാഹു ഇവര് പറയുന്ന വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തില് അള്ളാഹു അതങ്ങ് കൊണ്ടുപോയി എന്ന് വെക്കുക. ആർക്ക് സാധിക്കും അത് തിരികെ വാങ്ങിക്കൊടുക്കാൻ? ഇതാണ് ചോദ്യം. ഒരാൾക്കും തന്നെ വക്കീലായിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരികെ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ സാധ്യമല്ല. ഇതാണ് കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് പറഞ്ഞിരുന്ന കാര്യം. അതിനെ തുടർന്നാണ് അള്ളാഹു പറയുന്നത്, എന്നാൽ ഇത് ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യമാണ്. കാരുണ്യത്താൽ മാത്രം നൽകപ്പെട്ടതാണ്. ഇത് ആരുടെയും വിരട്ടല് കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും നേടാൻ സാധിച്ചിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം എന്നുള്ള നിലക്ക് നൽകിയിട്ടുള്ളതാണ് ഇതൊക്കെയും തന്നെ. അള്ളാഹുവിന്റെ ഏറ്റവും എടുത്തു പറയുന്ന സിഫാത്തുകളിൽ ഒന്നാണ് അള്ളാഹു റഹ്മാനാണ് എന്നത്. സകല ജീവജാലങ്ങൾക്കും ഉണ്മയും ആ ഉണ്മ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിത ആവശ്യത്തിന് വേണ്ട സാധ്യതകളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന റബ്ബ് സകലരോടും കരുണയുള്ളവനാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സംഗതികൾക്കും അവയുടെ നിലനിൽപ്പിനാവശ്യമായ സകലതും ചെയ്തു വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലക്കാണ്. മനുഷ്യരാശിയോടുള്ള അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ കാരുണ്യത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഈ ഖുർആൻ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്ക് അള്ളാഹു എത്തിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം അതാണ്. ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക. ഇത് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എന്ന നിലക്ക് മാത്രമാണ്. അത് പിൻവലിക്കപ്പെടാതിരിക്കുന്നത്, ഒന്നാമത് അത് നൽകപ്പെട്ടു എന്നത്, പിന്നീടത് നിങ്ങളുടെ ഈ പെരുമാറ്റവും പ്രതികരണവും ഒക്കെ കാരണമായിട്ട് പിൻവലിക്കപ്പെടാതിരിക്കുന്നത് ഒക്കെ തന്നെ പടച്ച തമ്പുരാന്റെ കാരുണ്യത്താൽ മാത്രമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ അത് പിൻവലിക്കാം. അള്ളാഹു അത് പിൻവലിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് തിരികെ നേടാൻ ശ്രമിച്ചാൽ പോലും അത് നേടാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം എന്ന നിലക്ക് നൽകിയിരിക്കുന്ന സംഗതിയാണ്. അത് നിലനിർത്തുന്നതും അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ള നിലക്ക് തന്നെയാണ്. ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലെ മനുഷ്യ സമൂഹത്തിനുള്ള ഒരു മാർഗദർശനം എന്ന നിലക്ക് സൃഷ്ടാവായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കാരുണ്യമായിട്ടാണ് അള്ളാഹു ഈ ദിവ്യ വെളിപ്പാടുകൾ നൽകിയിട്ടുള്ളത്. മനുഷ്യന് അങ്ങനെ ഒരു മാർഗദർശനം ആവശ്യമാണ്. ദൈവികമായ പൂർണ്ണതയുള്ള ഒരു മാർഗദർശനം മനുഷ്യന് ഭൂമുഖത്ത് ആവശ്യമാണ് എന്നതുകൊണ്ട് അള്ളാഹു അത് നൽകിയിരിക്കുകയാണ്. അത് അവന്റെ കാരുണ്യമാണ്. നമുക്ക് ഉണ്മ നൽകി എന്നതുപോലെയുള്ള, നമുക്ക് കാഴ്ചയും കേൾവിയും നൽകി എന്നതുപോലെയുള്ള, നമുക്ക് സ്പർശനവും അതുപോലെയുള്ള സാധ്യതകളും ഒക്കെ നൽകി എന്നതുപോലെ, നമുക്ക് ഭക്ഷ്യയോഗ്യമായ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമായി ധാരാളം സജ്ജീകരിച്ചു വെച്ചു എന്നതുപോലെയുള്ള ഒരു ദൈവിക കാരുണ്യമാണ് മനുഷ്യർക്ക് ഏവർക്കും ആവശ്യമായ മാർഗദർശനം പകർന്നു നൽകുന്ന ഈ ദിവ്യ വെളിപ്പാടുകൾ. അതവൻ കാരുണ്യം എന്നുള്ള നിലക്ക് നൽകിയിട്ടുള്ളതാണ്. അത് എന്തെങ്കിലും കാരണത്താൽ പിൻവലിക്കുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്കോ ആരുടെയെങ്കിലും ഒക്കെ സഹായത്തോടു കൂടിയോ ഒക്കെ ചമച്ചുണ്ടാക്കിയതാണ് അത് എന്നല്ലേ? എന്നാ പിന്നെ അവരൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. അള്ളാഹു അതങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കൊണ്ടുവരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ ഒരു വക്കീലിനെ ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റൂ? അത് ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് മനുഷ്യരാശി ഇരുട്ടിൽ തപ്പിയിരുന്ന ദീർഘമായ ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യം തേടിക്കൊണ്ട് അസ്തിത്വപരമായ പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് തന്നെ പലരും സത്യാന്വേഷണ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഈ ഒരു ദൈവിക മാർഗദർശനം അല്ലെങ്കിൽ ദൈവികമായ ഈ വെളിച്ചം ഭൂമുഖത്ത് മനുഷ്യർ തേടിയിരുന്നതാണ്. പക്ഷെ അതാർക്കും കൊണ്ടുകൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം, അള്ളാഹുവിന്റെ കാരുണ്യപ്രകാരം അള്ളാഹു നിശ്ചയിച്ച വിധത്തില് അത് നൽകപ്പെട്ടു എന്നതല്ലാതെ ദീർഘമായ കാലഘട്ടങ്ങളിൽ മനുഷ്യരാശി അന്ധകാരത്തില് അമർന്നു കഴിഞ്ഞിരുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ അത് തേടി കണ്ടുപിടിക്കാനോ ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ആർക്കും സാധിച്ചിട്ടില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു സമയക്രമത്തില്, അള്ളാഹു നിശ്ചയിച്ച വിധത്തിൽ മാത്രമാണ് അത് നൽകപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇല്ല റഹ്മത്തൻ മിർ റബ്ബിക. നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കാരുണ്യ പ്രകടനം എന്നുള്ള നിലക്കല്ലാതെ ഇത് ലഭിക്കുക സാധ്യമല്ല. ഇന്ന ഫദ്ലഹു കാന അലൈക കബീറ. നിന്റെ മേലുള്ള അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായി അദ്ദേഹത്തോട് അള്ളാഹു ചെയ്തിട്ടുള്ള ഔദാര്യം, ഫദ്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി അള്ളാഹു നൽകിയിട്ടുള്ള വ്യക്തിപരമായ ശ്രേഷ്ഠത, അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ,
പലതും ഇതിന്റെ വിശദീകരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറവിയെടുത്ത കുടുംബം, അത് ഇബ്രാഹിമി മില്ലത്തിന്റെ തുടർച്ചയായിട്ട് ആ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കുടുംബ പരമ്പരയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നത്, അതിനു വേണ്ടി അള്ളാഹു മക്ക തെരഞ്ഞെടുത്തു എന്നത്, അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് കാര്യങ്ങള് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത ഫضലായിട്ട് അള്ളാഹുവിന്റെ ഔദാര്യവും വളരെ ഉത്കൃഷ്ടമായ അള്ളാഹുവിന്റെ ഫضല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്ന ആ ഫضലുകളുടെ കൂട്ടത്തിലെ ഒരു ഫضലാണ് ഈ ഖുർആൻ അദ്ദേഹത്തിന് വഹിയായി നൽകുകയുണ്ടായി എന്നത്. ഇന്ന ഫضലഹു കാന അലൈക കബീറ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ താങ്കളുടെ മേലുള്ള ഫضല് വളരെ വലുതാണ്, നിസ്സാരമായതല്ല. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഖുൽ, പ്രവാചകരെ പറയുക, അവരോട് പ്രഖ്യാപിക്കുക, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ജിന്നും ഇൻസും ഒരുമിച്ച് കൂടി എന്ന് തന്നെ വെക്കുക. മനുഷ്യരും അതുപോലെ ജിന്നു വർഗത്തിൽപ്പെട്ടവരും, അവര് ഇരുവരും തന്നെ ഒരുമിച്ച് കൂടി. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി. മനുഷ്യകുലത്തില് മനുഷ്യരെന്ന വിധത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭരായ പലരും ഉണ്ട്. ദൈക്ഷണികമായ കഴിവുള്ളവരുണ്ട്, അതുപോലെ വലിയ പ്രതിഭാ സമ്പന്നരായ ആളുകളുണ്ട്, വലിയ രചനാ പാടവമുള്ളവരുണ്ട്, കാവ്യഭാവനയുള്ളവരുണ്ട്, ദാർശനികമായ പല കാര്യങ്ങളും മനസ്സിൽ കാണാൻ കഴിയുന്ന, രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അദൃശ്യരായ ജിന്നുകളുടെ കൂട്ടത്തില് എന്തൊക്കെ തരം പ്രാഗൽഭ്യവും കഴിവും ഉള്ളവരുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ചില സൂചനകൾ ഖുർആൻ നൽകുന്നുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമിന് ജിന്നുകളുടെ സേവനം അള്ളാഹു ലഭ്യമാക്കിയത് സൂചിപ്പിക്കുന്നത് അതിപ്രാഗൽഭ്യം ഉള്ള പലരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ്. വളരെ പ്രഗത്ഭരായ, വലിയ അസാധ്യമായ കഴിവുകളുള്ള പലരും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഖുർആൻ, അതിന്റെ പാരായണം ജിന്നുകൾ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് അറിയില്ലെങ്കിലും ജിന്നുകളുടെ കൂട്ടത്തിൽ പലർക്കും വലിയ സാധ്യതകളും കഴിവും ഒക്കെ ഉണ്ട് ഉള്ളതാണ്. ഇനി ഇവരൊക്കെയും തന്നെ, മനുഷ്യരും ജിന്നുകളും, മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ, നാഗരികതയുടെ വിവിധ നേട്ടങ്ങളെ പരിശോധിച്ചാൽ അറിയാം എത്ര പ്രാഗൽഭ്യമുള്ള, എത്ര അസാധാരണമായ പ്രതിഭാ വൈഭവങ്ങളുള്ള എത്രയെത്ര ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന്. ചരിത്രത്തിലെ പിന്നിട്ട നാളുകളിൽ നമുക്ക് അത്തരം പ്രതിഭാധനരായ പലരെയും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന കാര്യം, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടി എന്ന് വെക്കുക. അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ. എന്താ സംഭവിക്കുക? ലാ യഅ്തൂന ബിമിസ്ലിഹി, അതുപോലെയുള്ള ഒന്ന് അവര് കൊണ്ടുവരികയില്ല, അവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹു ഇതങ്ങ് പിൻവലിച്ചു എന്ന് വെക്കുക, അത് തിരികെ പിടിച്ചു കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് അള്ളാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയത് മാത്രമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചിരിക്കുന്ന ഔദാര്യം വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത്, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയിട്ട്
ഇതുപോലെയുള്ള ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കി. എന്നാൽ പോലും അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. ലാ യഅ്തൂന ബിമിസ്ലിഹി, അവർക്ക് അതുപോലെ ഒന്ന് കൊണ്ടുവരിക സാധ്യമല്ല, അവർ കൊണ്ടുവരികയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ, അവര് പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും അവർക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യര് എല്ലാവരും, പ്രതിഭാധനരായ മനുഷ്യരെല്ലാവരും പരസ്പരം സഹായിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അത് വെറും സങ്കല്പം മാത്രമാണ്. പ്രതിഭാധനരായ ആളുകൾക്കിടയിലുള്ള മനസ്സിന്റെ ഇടുക്കങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരും കൈകോർത്തോളണമെന്നൊന്നുമില്ല. എന്നാൽ പോലും അങ്ങനെ ഇമ്പോസിബിൾ ആയ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് വെക്കുക. എല്ലാ മനുഷ്യരും, കഴിവുള്ള പ്രതിഭാധനരായ എല്ലാവരും കൈകോർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്ന് വെക്കുക. അവരോടൊപ്പം ചേർന്ന് ജിന്നുകളും ഇതുപോലെ അവരോട് പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നു എന്ന് വെക്കുക. എന്നാൽ പോലും ഈ ഖുർആന് സമാനമായ ഒന്ന്, അതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു വെട്ടി തുറന്ന് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനില് 2-3 സ്ഥലങ്ങളിൽ ഇതിനു മുമ്പും ഈ ഒരു സാധ്യത, ഈ ഒരു വെല്ലുവിളി നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളില്, സൂറത്ത് യൂനുസിലെ 38-ാമത്തെ ആയത്തില്, സൂറത്ത് ഹൂദിലെ 13-ാമത്തെ ആയത്തില്, ഈ സൂറത്തിന് ശേഷം സൂറത്തുൽ ഇസ്രായിന് ശേഷം പിന്നീട് സൂറത്ത് തൂറില് 33-34 ആയത്തുകളിലൊക്കെ ഈ ഖുർആന് ബദലായിട്ട് ഇതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അള്ളാഹു മനുഷ്യരാശിയെയും, വേണമെങ്കിൽ ജിന്നുകളുടെ സഹായം, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരുടെ സഹായം വേണമെങ്കിലും നിങ്ങൾ തേടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിൽ ഇത് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്. ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു, പ്രവാചകരെ താങ്കൾ അവരോട് ഇങ്ങനെ പറയും. ലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ തലൗതുഹു അലൈക്കും, ഞാനിത് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരുമായിരുന്നില്ല. അള്ളാഹുവിന് ഞാനത് നിങ്ങളെ ഓതി കേൾപ്പിക്കണം എന്ന മശീഅത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരുമായിരുന്നില്ല. വല അദ്റാക്കും, നിങ്ങളെ ഇക്കാര്യങ്ങളൊന്നും അറിയിക്കുകയും ചെയ്യുമായിരുന്നില്ല. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഖുർആന്റെ വചനങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിക്കാൻ സാധിച്ചതും അത് സംബന്ധമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളെ അറിയിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതും. വല അദ്റാക്കും ബിഹി, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറയുകയും ചെയ്യുമായിരുന്നില്ല, നിങ്ങളെ ഒന്നും അറിയിക്കുകയും ചെയ്യുമായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഫഖദ് ലബിത്തു ഫീക്കും ഉമുറ, ഒരായുഷ്കാലം തന്നെ ഞാൻ നിങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അള്ളാഹുവിന്റെ വചനങ്ങള് നിങ്ങളെ കേൾപ്പിച്ചു തുടങ്ങുന്നതിന്റെ മുമ്പ് 10-40 കൊല്ലം നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഫഖദ് ലബിത്തു ഫീക്കും ഉമുറ, നിങ്ങൾക്കിടയിൽ ഞാൻ ഒരു ആയുഷ്കാലം തന്നെ ജീവിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലിഹി, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് എന്റെ ബുദ്ധിയില്ലേ ആലോചിക്കാൻ എന്നാണ് ചോദിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ സൂറത്ത് യൂനുസിൽ പറയുന്നത്. 10-40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള ആയത്തുകളൊന്നും ഓതി കേൾപ്പിച്ചിട്ടില്ല. അതുപോലെ നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ കുറിച്ചോ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലേ, ഞാൻ മുമ്പ് നിങ്ങളുടെ കൂടെ ദീർഘമായ ഒരു കാലം ജീവിച്ചതാണല്ലോ. അന്നൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലാത്തതാണ്. എന്റെ സ്വന്തം പ്രതിഭയാണ്, എന്റെ സ്വന്തം രക്ഷണയാണ് ഈ ഖുർആന്റെ പിന്നിലുള്ളത് എങ്കിൽ എനിക്ക് നിങ്ങളെ നേരത്തെ തന്നെ കേൾപ്പിക്കാൻ പറ്റേണ്ടതായിരുന്നു. നിങ്ങൾക്കിടയിൽ ഞാൻ ഇത്ര കാലം ജീവിച്ചിട്ടും ഞാൻ ഇങ്ങനെ ഒരു സംഗതിയും നിങ്ങളെ കേൾപ്പിച്ചിട്ടേ ഇല്ല എന്നതാണ്
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു. 3 കാര്യങ്ങളിലും വിശുദ്ധ ഖുർആൻ 3 ഇവിടെ ഈ ആയത്തുകൾ നമ്മളിപ്പോ ഒന്ന് വായിച്ച ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഖുർആൻ ഒരു കാരണവശാലും മുഹമ്മദ് നബിയുടെയോ മനുഷ്യകുലത്തിൽ ആരെങ്കിലും ഒക്കെ കൈകോർത്തുകൊണ്ടുണ്ടാക്കിയ വിധത്തിലോ അല്ലെങ്കിൽ ജിന്നുകളുടെ കൂടി സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കപ്പെട്ടതോ ആയിക്കൂടാ. ഇത് അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റാരുടേതും ആകാൻ ഒരു നിലക്കും സാധ്യമല്ല എന്നതിന് 3 കാരണങ്ങളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒന്ന്, ഖുർആൻ എന്ന ഈ ഗ്രന്ഥം തന്നെയാണ് അതിനുള്ള തെളിവ്. ഒരിക്കലും തന്നെ മനുഷ്യന് അനുകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിന്റെ ഭാഷ, അറബി ഭാഷ ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിട്ട് അറബി സാഹിത്യത്തിന്റെ ഏറ്റവും അത്യുന്നതമായ നിലവാരത്തിൽ എത്തിയ ഒരു കാലഘട്ടത്തിൽ പോലും ഇതിനോട് സമാനതയുള്ള വചനങ്ങളൊന്നും അറബി ഭാഷയിൽ ആർക്കും രചിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ വിവരണ ശൈലി, അതിന്റെ സ്റ്റൈൽ ഓഫ് നരേഷൻ ഒരിക്കലും തന്നെ മനുഷ്യഭാവനയിൽ രൂപപ്പെടുന്ന ഒരു ശൈലിയിൽ, ഒരു സ്ഥലകാല ബന്ധമുള്ള ഒരു രീതിയിലല്ല ഖുർആന്റെ അവതരണവും ഖുർആന്റെ ശൈലിയും ഒന്നും തന്നെ. അത് മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ ഒരു ഇൻഡിവിജ്വലിനോ ഒരുപാട് പ്രതിഭാധനരായ ആളുകളുടെ പ്രാഗൽഭ്യവും ചേർത്ത് വെച്ചാൽ പോലും കൊണ്ടുവരാനോ ഉണ്ടാക്കാനോ കഴിയാത്തതായ സംഗതികളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും. അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ നിരക്ഷരനായ ഒരു മനുഷ്യന് പോകട്ടെ, നമ്മുടെ കാലഘട്ടത്തില് വലിയ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് വരെ നേടി ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് പോലും മനസ്സിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് അല്ല ഖുർആന്റെ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. ഒരാൾക്ക് ഖുർആൻ ആഴത്തിൽ പഠിച്ചു തീർക്കണമെങ്കിൽ തന്നെ ഒരു പുരുഷായുസ് പലപ്പോഴും അപര്യാപ്തമായതായിട്ടേ ബോധ്യപ്പെടുകയുള്ളൂ. ഏകദേശം ഞാൻ ഖുർആൻ പഠിച്ചു മുഴുവനാക്കി എന്ന് പറയാൻ പോലും ഒരാൾക്കും സാധിക്കാത്ത അത്രയും വലിയ വ്യാപ്തിയാണ് ഖുർആന്റെ ആശയങ്ങൾക്ക് ഉള്ളത്. അത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അതുപോലെ അതിന്റെ അധ്യാപനം, അത് മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളും നിയമങ്ങളും ഒക്കെ, അതുപോലെ അത് ഉയർത്തി കാണിക്കുന്ന അദൃശ്യ വൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടോ അറിഞ്ഞോ ചെയ്യാനോ പറയാനോ കഴിയാത്ത പല കാര്യങ്ങളും ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില പ്രവചനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളടക്കവും ശൈലിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യരും ജിന്നുകളും കൈകോർത്തുകൊണ്ട് പോലും ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ് ഖുർആൻ എന്നതാണ് ഒരു തെളിവായിട്ട് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് മക്കയിലേക്ക് പെട്ടെന്ന് അങ്ങ് വന്ന് ആളുകളെ പ്രബോധനം ചെയ്ത ഒരാളല്ല. മക്കയിൽ ജനിച്ച് മക്കക്കാരോടൊപ്പം ദീർഘകാലം ജീവിച്ച് 10-40 കൊല്ലം അദ്ദേഹത്തിന്റെ രഹസ്യവും പരസ്യവും ഉള്ളും പുറവും ഒക്കെ വ്യക്തമായിട്ട് കൂടെ ഉണ്ടായിരുന്ന സമകാലികരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളും കഴിവില്ലായ്കകളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നത് നന്നായി അറിയുന്നവരായിരുന്നു മക്കയിലെ ആളുകൾ. അദ്ദേഹത്തിന്റെ ഉള്ളും പുറവും വ്യക്തമായിട്ട് അവർക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരാള് പുറം നാട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ആ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത, അദ്ദേഹത്തിന്റെ പശ്ചാത്തലമോ കഴിവുകളോ പ്രത്യേകതകളോ ഒന്നും ആർക്കും അറിയില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് അങ്ങ് വന്ന് കേൾപ്പിച്ച ഒരു സംഗതിയാണെങ്കിൽ അത് അയാളുടെ രചനയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കാം. കാരണം നമുക്ക് അയാളെ കുറിച്ച് അറിയില്ലല്ലോ. അയാളുടെ പഴയ കാലത്ത് അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ലാത്തത് കൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അങ്ങനെയല്ല. നേരത്തെ സൂറത്ത് യൂനുസിൽ നിന്ന് ഞാൻ കേൾപ്പിച്ച പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഫഖദ് ലബിത്തു ഫീക്കും ഉമുറ,
ഞാൻ നിങ്ങളോടൊപ്പം ദീർഘമായ ഒരു കാലം തന്നെ ജീവിച്ചതാണ്. ഇതാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശൈശവവും യൗവനവും അതുപോലെയുള്ള കാലമൊന്നും അവർക്കാർക്കും അജ്ഞാതമായിട്ടല്ല കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവും കഴിവില്ലായ്കയും ഒക്കെ നന്നായി അറിയുന്നവരായിരുന്നു ആ നാട്ടുകാർ. ഇതാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ ഒരു തെളിവ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിപ്പിച്ച് ജനങ്ങളോട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടിട്ടില്ല. അവിടെ തന്നെ ഉണ്ട്, അവരോടൊപ്പം ഉണ്ട്. നിത്യജീവിതത്തിൽ അവരോടൊപ്പം സംസാരിച്ചും അവരോടൊപ്പം ഇടപഴകിയും അവരോടൊക്കെ സംവദിച്ചും ഒക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ജീവിക്കുന്നുണ്ട്. എന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിലെ വാചകങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വല്ല വാചകവും സംസാരിച്ചതായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഖുർആനിൽ പെട്ടതല്ലാത്ത അദ്ദേഹം സംസാരിച്ച ഏതെങ്കിലും ഒരു വാചകത്തിന് ഈ ഖുർആനോട് സമാനത ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? സമകാലികർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും. പഠിക്കാൻ സന്നദ്ധതയുള്ള ഈ കാലഘട്ടത്തിലെ ആളുകൾക്കും അതറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും രീതികളും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ഹദീസ് എന്ന് പറയുക, സുന്നത്ത് എന്ന് പറയുക. അതൊന്ന് ഖുർആനോട് ചേർത്ത് വെച്ച് നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും അത് രണ്ടും രണ്ടാണ്. ഖുർആനോട് സാമ്യതയുള്ള ഒരു വാചകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറഞ്ഞത് കാണാൻ കഴിയില്ല. ഹദീസുകളിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളാണ്. ഖുർആനിലുള്ളത് വേറിട്ട് നിൽക്കുന്ന, എവിടെ ആയിരക്കണക്കിന് വാചകങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടാലും ഖുർആനിലെ വാചകങ്ങൾ വേറിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് അറബി ഭാഷ അറിയുന്നവർക്ക് ബോധ്യപ്പെടും, മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അതിന്റെ വസ്തുത. ഈ മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഖുർആൻ മറ്റൊരാളിൽ നിന്നായിക്കൂടാ, ഒരു കാരണവശാലും സാധ്യമല്ല എന്നത് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കേൾപ്പിക്കുക. അതിനി കണക്ഷൻ വിട്ടുപോകും പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് വേഗം വായിച്ചു തീർക്കുകയാണ്. ഇത് പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചിലതൊന്നും മറുപടിയോ പ്രതികരണമൊന്നും ആവശ്യമുണ്ടാവില്ല, ഒന്ന് കേൾപ്പിക്കുക മാത്രം വേണ്ടവുള്ളൂ. പണ്ട് മനുഷ്യൻ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അന്ന് അവൻ ദൈവത്തെ വിളിച്ചു. മതങ്ങൾ അവനെ ദൈവത്തെ ഉപയോഗിച്ച് ചൂഷണം ചെയ്തു. ഇന്ന് മനുഷ്യർ ശാസ്ത്രീയ സമീപനത്തിലൂടെ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ മരണം ഇന്നും ഒരു മരീചികയാണ്. ഇന്ന് മതങ്ങൾ മരണവും ആർക്കും കാണാൻ കഴിയാത്ത മരണാനന്തര ജീവിതവും എടുത്തുകാട്ടി മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് തുടരുന്നു. ചില മതങ്ങൾ ഭൗതിക ലോകത്ത് അവനെ ആകർഷിച്ച് കാര്യങ്ങൾ സ്വർഗത്തിൽ നൽകാമെന്ന് ഓഫറുകൾ നൽകി മതത്തിന്റെ അടിമയാക്കി നിർത്തുന്നു. അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവൻ ഉപേക്ഷിച്ചു പോകുന്ന ശരീരത്തെ നരകത്തിൽ ചുട്ടുകരിക്കുമെന്ന യാതൊരു ലോജിക്കുമില്ലാത്ത കാര്യം പറഞ്ഞ് അവനെ അടിമവേല ചെയ്യിക്കുന്നു എന്നതാണ് ഒരു നിരീക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്ത് മനുഷ്യന് വിട്ടയച്ചു പോകുന്ന ശരീരം ചുട്ടുകരിക്കും എന്ന് അല്ല ഇസ്ലാം പറയുന്നത്. മനുഷ്യന് റൂഹ് തിരിച്ചു നൽകപ്പെടും. അവന് ജീവനുള്ള ആത്മാവുള്ള ആളായിട്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. ആ വിധത്തിലാണ് അവന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക. അതിന്റെ വേദന അതിഭീകരവും അതികഠിനവുമായിരിക്കും. അത് അവന് അനുഭവിക്കുകയും ചെയ്യും. അതുപോലെ അവന് നൽകപ്പെടുന്ന പ്രതിഫലം, സമ്മാനങ്ങളും അതുപോലെ ജസായും ഒക്കെ തന്നെയും ആസ്വദിച്ചുകൊണ്ട് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. ഇനി മരണത്തെ കാണിച്ച് ഭയപ്പെടുത്തി എന്ത് നേടാനാണ് ഇവിടെ മതങ്ങൾ എന്ന് പറയുന്നത്? മതങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒന്നല്ല. മതം സത്യം മുന്നോട്ട് വെക്കുന്ന ഒരു മതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ മതം പല ഘട്ടങ്ങളിലായിട്ട് കറപ്റ്റായി പോയതിന്റെ അവശിഷ്ടങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ച ഒരൊറ്റ മതമേ ഉള്ളൂ. മനുഷ്യൻ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പല വ്യതിചലനങ്ങളും നടത്തിയപ്പോ അത് രൂപഭേദം സംഭവിച്ച് ആയി വന്നിട്ടുള്ളതാണ് ബാക്കി മതങ്ങളായിട്ട് അറിയപ്പെടുന്നതൊക്കെ തന്നെ. പ്രപഞ്ചനാഥനായ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം മാത്രമേ മതമായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ
അബദ്ധ ദർശനങ്ങളാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇനി ഇത് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു പുനരുജ്ജീവിപ്പിക്കൽ, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കൽ, വിചാരണ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം സങ്കല്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം എന്താണ് എന്നത് പീസ് ലവിംഗ് അവതരിപ്പിക്കാൻ ഒരു അവസരം കണ്ടെത്തണം. ഏറ്റവും ചുരുങ്ങിയത് 4 വാചകങ്ങളിലെങ്കിലും അദ്ദേഹം അത് പറയാൻ സന്നദ്ധനാവണം. എന്താണ് ജീവിതം? അതാരാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? താനെ ഉണ്ടായതാണോ? അതിന്റെ പുറകിൽ വല്ല ശക്തിയും ഉണ്ടോ? മരണത്തിന് ശേഷം മനുഷ്യന് വല്ല സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമോ? എന്താണ് നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ലോജിക്കലി ആക്സെപ്റ്റബിൾ ആയി എന്ന് നിങ്ങൾ കരുതുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം എന്താണ് എന്നത് നിങ്ങളൊന്ന് അവതരിപ്പിക്കുക. നമുക്ക് ആലോചിക്കാമല്ലോ. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ദർശനത്തിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിലുള്ള ആശയം എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അത്രേ അത് സംബന്ധമായിട്ട് പറയാനുള്ളൂ. സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ അന്വേഷണത്തില് മനുഷ്യൻ എത്തിച്ചേരുന്ന ഏറ്റവും യുക്തിപൂർവകമായ ചില കാര്യങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അത് മനുഷ്യയുക്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതുമാണ് എന്നതാണ് വസ്തുത. അദ്ദേഹത്തിന് മറിച്ച നിലപാടും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് എന്നത് ഒന്ന് ആറ്റിക്കുറുക്കി പറയണം. ജീവിതം എന്താണ്? എന്തിനുള്ളതാണ്? ആര് തന്നതാണ്? അതിന്റെ അനന്തരഫലം എന്താണ്? എന്തൊക്കെയാണ് ഇവിടെയുള്ള പല നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒത്തിരി നിഗൂഢതകളുടെ പിന്നാമ്പുറം, അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ അദ്ദേഹം ഒന്ന് വ്യക്തമാക്കട്ടെ, അദ്ദേഹത്തിൻ്റെതായ സ്രോതസ് വെച്ചുകൊണ്ട് എന്നാണ് അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം അദ്ദേഹം തന്നെയാണ്. മനുഷ്യന്റെ സ്വഭാവം തുടർച്ചയായി ചിന്തിക്കുക, ആശയങ്ങൾ രൂപീകരിക്കുക എന്നതാണ്. ദൈവത്തിന്റെ പേരിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ മനുഷ്യന് ചിന്തിക്കാനും ആശയങ്ങൾ രൂപീകരിക്കാനുമുള്ള വഴി അടച്ചു കളയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർച്ചയായി ചിന്തിക്കുകയും ആശയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിപൂർവകമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം മനുഷ്യന് ആലോചിക്കാൻ വേണ്ടി, തദബ്ബർ ചെയ്യാൻ വേണ്ടി അള്ളാഹു നൽകുന്നത്. യഥാർത്ഥത്തില് മനുഷ്യന്റെ ചിന്ത യാതൊരു ദിശാബോധവും ഇല്ലാത്ത വിധത്തിലാണെങ്കിൽ അത് ഒരു കയമില്ലാത്ത വെള്ളത്തില് ആഴം അറിയാൻ കഴിയാത്ത അത്രയും ആഴമുള്ള ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ പോലെയാണ് മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവുക. ഒരുപക്ഷെ മനുഷ്യന് ദൈവിക മാർഗദർശനത്തിന്റെ പിൻബലമില്ലാത്ത ചിന്തയും ആലോചനയും ഉണ്ടായ ഏറ്റവും അതിന്റെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് പിന്നിട്ട 2-3 നൂറ്റാണ്ടുകൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെ ആഴക്കടലുകളിലേക്കാണ് അവർ ചെന്ന് ചാടിയത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവർക്ക് സ്വതന്ത്രമായ ചിന്ത കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടായി. ദൈവികമായ മാർഗദർശനം പ്രയോജനപ്പെടുത്താതെയുള്ള സ്വതന്ത്ര ചിന്ത എത്രത്തോളം മനുഷ്യരാശിക്ക് ഗുണകരമായി എന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഖുർആൻ ചെയ്യുന്നത് മനുഷ്യന്റെ ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവിന് ഒരു ദിശാബോധം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനവും പടിഞ്ഞാറൻ ഭൗതിക ജീവിത ദർശനവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഖുർആൻ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ മനുഷ്യന്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കും കടിഞ്ഞാണിടുകയല്ല ചെയ്യുന്നത്. അതിനെ ക്രമീകരിക്കുകയും ഏറ്റവും ഫലപ്രാപ്തിയുള്ളതാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് എന്നതിന് ചരിത്രമാണ് തെളിവ്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് ശേഷമുള്ള 7-8 നൂറ്റാണ്ടുകൾ ലോകത്ത് അത് സൃഷ്ടിച്ച ചിന്താപരമായ വിപ്ലവവും മുന്നേറ്റവും ശാസ്ത്ര മുന്നേറ്റവും ഒക്കെ ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഹിറ്റ്ലർ അവസാനം കൊല്ലപ്പെട്ടു. അത് ഹിറ്റ്ലറെ വിശുദ്ധനാക്കുമോ എന്നതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാനുള്ള ശ്രമങ്ങളെ കുറിച്ച് പരാമർശിച്ച കാര്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. വസ്തുതാപരമായ ഒരു പിശക് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുകയാണ്. ഹിറ്റ്ലർ കൊല്ലപ്പെട്ടതല്ല. ഹിറ്റ്ലർ 2ാം ലോക യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ പദ്ധതികളൊക്കെ തകർന്നടിഞ്ഞ ഒരു ഘട്ടത്തില് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സ്വയം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇനി അദ്ദേഹം കൊല്ലപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിൽ ആരും മഹത്വമുള്ളവരാവുന്നില്ല. മഹത്വമുള്ള പലരും
കൊല്ലപ്പെടാറുണ്ട്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ എഴുതാത്തത് വായിച്ചതാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പലരും കൊല്ലപ്പെടാറുണ്ട്. കൊല്ലപ്പെടുക എന്നത് ആരുടെയും മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കേവലം കൊല്ലപ്പെടുക എന്നത് മഹത്വമുള്ള ഒരാള്, ഒരു വലിയ കോസിന് വേണ്ടി നിലകൊണ്ട ഒരാള് ചരിത്രത്തില് പലപ്പോഴും കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവനോട് ശത്രുത കാണിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും അവനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഇത് കാണുമ്പോൾ, തങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് എതിരായിട്ട് അയാൾ നിലകൊള്ളുന്നത് കാണുമ്പോൾ അവര് പ്രതികാരദാഹം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന് അത്തരം ആളുകളെ കൊന്നുകളയുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെടുക എന്നത് മാത്രം വെച്ചുകൊണ്ട് ആർക്കും മഹത്വം ലഭിക്കുകയില്ല. ഹിറ്റ്ലർ കൊല്ലപ്പെട്ടതുമല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടി, കഅബയിലെ വിഗ്രഹങ്ങൾ ഉടപ്പിച്ചത് അവയോട് ബഹുമാനം കാണിക്കലായിരുന്നോ എന്നാണ് ഒരു ചോദ്യം. കഅബയുടെ വിഗ്രഹങ്ങളോട് ഇസ്ലാമിനോ നബിക്കോ മുസ്ലിങ്ങൾക്കോ ഒരു ബഹുമാനവും ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് വിഗ്രഹങ്ങൾ നല്ല വേറെ വിഭാഗങ്ങളുടെ ആരാധനാമൂർത്തികളെ തെറി വിളിക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തെറി വിളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടൊന്നുമല്ല, അത് ആളുകളുടെ വിവരക്കേട് കാരണമായിട്ട് അവർ അള്ളാഹുവിനെ തെറി വിളിക്കാൻ കാരണമായേക്കും എന്നതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു മര്യാദ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് കഅബയിലെ വിഗ്രഹങ്ങളോട് അത് കല്ലും മണ്ണും ലോഹവും ഒക്കെ ആണെന്നുള്ളത് മാത്രമാണ് നമ്മളുടെ നിലപാട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു ആശയം മാത്രമാണ്. അല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട്, അത് എറിഞ്ഞുടച്ചാൽ അത് മണ്ണോ കല്ലോ അല്ലെങ്കിൽ ലോഹോ ഒക്കെ അതിന്റെ പൂർവിക രൂപത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ എലിമെന്റിന്റെ രൂപത്തിലേക്ക് അത് മാറും എന്നതേ ഉള്ളൂ. അല്ലെങ്കിലും ഏത് സംഗതിയും, മനുഷ്യനുണ്ടാക്കിയ ഏത് സംഗതിയും ഒരു കാലം കഴിയുമ്പോൾ നശിച്ചു പോകുമല്ലോ. ഒരു 10,000 കൊല്ലം മുമ്പ് എത്ര മനുഷ്യര് ഭൂമുഖത്ത് ചട്ടിയും പാത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി? ഒക്കെ നശിച്ചു പോയതല്ലേ. ആരും എറിഞ്ഞുടച്ചതൊന്നും അല്ലാത്തതും ഉണ്ടാവുമല്ലോ കുറെ എണ്ണം. അപ്പൊ ഇതൊക്കെ നശിച്ചു പോകുന്നുള്ളതാണ് എന്റെ സ്വാഭാവികത. ഇനി മക്കാര് മാനസികമായി പരിവർത്തനം ചെയ്യപ്പെട്ടതായിരുന്നോ, അതോ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കീഴ്പ്പെടുത്തി വിഗ്രഹം നശിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നോ? വെറും ലോജിക്കാണ് പഠിക്കലായിരുന്നുവെങ്കിൽ വിഗ്രഹം തല്ലിപ്പൊളിക്കേണ്ട ആവശ്യം എന്താണ്? വിഗ്രഹം ഇരുന്നാലും പഠിച്ചവർ ആരാധിക്കുകയില്ലല്ലോ എന്നാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ വിഗ്രഹം ഉണ്ടായിരുന്നത്? വിഗ്രഹം ഉണ്ടായിരുന്നത് ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട ഭവനം കഅബ, അതിലാണ്. അവിടെയാണ് വിഗ്രഹങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിനെ പുനർനിർമ്മിച്ച് ഒരു 4000 കൊല്ലത്തോളം മുമ്പാണ് പുനർനിർമ്മിച്ച് അതിനെ ജനങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി വെക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ചേർന്നിട്ട്. അത് വിഗ്രഹ പൂജക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരിടമായിരുന്നില്ല. ആളുകള് ഇപ്പോ ബാബരി മസ്ജിദ് ചിലര് തകർത്ത് അവിടെ വിഗ്രഹ പൂജ തുടങ്ങിയിട്ടുള്ളത് പോലെ ഏകദൈവ ആരാധനക്കായിട്ട് പണിയപ്പെട്ടിരുന്ന ഭവനം അത് ചിലര് കൈയടക്കിയിട്ട് സ്വന്തമാക്കി അവിടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. സ്വാഭാവികമായിട്ടും ആ സമൂഹം വിഗ്രഹാരാധന അവസാനിപ്പിച്ച് യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ശരിയായ മാർഗത്തിലേക്ക് വരുമ്പോൾ അവര് അത് എടുത്തു കളയുക എന്നത് അതിന്റെ സ്വാഭാവികതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് ചെയ്യാൻ പറഞ്ഞത് അവരുടെ ഹൃദയത്തില് എന്തെങ്കിലും വിഗ്രഹാരാധനയുടെ അംശങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി എടുത്തു കളയുന്നതിന് വേണ്ടി കൂടിയാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് അത് അവിടെ ബാക്കിയാക്കുന്നത്? അത് അവിടെ തന്നെ ഇരുന്നാല് ഈ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊണ്ട ആളുകൾ അതിനെ ആരാധിക്കുകയില്ലല്ലോ. എന്നാ പിന്നെ അത് അവിടെ തന്നെ വെച്ചുകൂടായിരുന്നോ എന്നുള്ളതാണ്. കഅബ അങ്ങനെ ഒരു മ്യൂസിയം ആയിട്ട് നിലനിർത്താനുള്ള ഒരു ഇടമല്ല. അതുകൊണ്ടാണ് അവിടെ വെക്കാതിരുന്നത്. അങ്ങനെ മ്യൂസിയത്തിന്റെ ആവശ്യമുള്ളവര് പലയിടത്തും, ലോകത്തിന്റെ പലയിടത്തും മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടാവും അത്. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. വിഗ്രഹങ്ങളെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് മ്യൂസിയം ആക്കി വെക്കുക എന്നുള്ള ഒരു പരിപാടി ഇസ്ലാമിലില്ല. അതിൽ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തോളൂ. മക്കയിൽ ആളുകൾ മുഴുവനായിട്ടും ഇസ്ലാമിലേക്ക് വന്നപ്പോ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ കുടിയിരിക്കുന്ന എന്തെങ്കിലും വിഗ്രഹാരാധനയുടെ അംശങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ
അതുകൂടി അവരുടെ കൈ കൊണ്ട് തന്നെ എടുത്തെറിയപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു ദ്രോഹവും ഇവിടെ ഉണ്ടായിട്ടുമില്ല. വിഗ്രഹാരാധന വേണമെന്ന് നിർബന്ധമുള്ള ആളുകൾ പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും സ്വന്തമായിട്ട് വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്നു, വാങ്ങുന്നു, പൂജ നടത്തുന്നു, അത് സ്വയംഭൂ ആകാൻ പറ്റുമെന്ന് നോക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ മണ്ണും കല്ലും ലോഹവും ഒക്കെ അവശേഷിക്കുന്നുണ്ടല്ലോ. അത് ആവശ്യമുള്ളപ്പോ ആളുകൾ ചെയ്തോളും. നമ്മൾ അതെടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് വസ്തുത. അപ്പോ ഇവരുടെ മനസ്സിൽ ഇവരെ അതിന് നിർബന്ധിച്ചതായിരുന്നോ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾക്ക് ചരിത്ര സ്രോതസ്സുകൾ പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് ഞാൻ നിങ്ങളുടെ അന്വേഷണത്തിന് വിടുകയാണ്. ഒരാളെയും നിർബന്ധിച്ച് ഒരു വിശ്വാസത്തിന്റെയും ആളുകളാക്കി മാറ്റാൻ കഴിയില്ല എന്ന ദൃഢബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ആളുകൾ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് അകന്നു പോകും. ആരെയും നിർബന്ധിച്ച് വല്ലതും വല്ല വിശ്വാസത്തിലേക്കും കൊണ്ടുവന്നാൽ അവരതിൽ നിലനിന്നോളുന്നില്ല. ഇനി അങ്ങനെ ഒരു നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നതിന് ഇസ്ലാമിൽ യാതൊരു പുണ്യവുമില്ല. അതിന്റെ പേരിൽ ആർക്കും ഒരു നേട്ടവും ഉണ്ടാകാനും പോകുന്നില്ല. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മനസ്സ് തട്ടിയിട്ട് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് പൂർണ്ണമായി സ്വമേധയാ സമർപ്പിക്കുന്ന ഒരാൾ മാത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടന്നു വന്നിട്ടുള്ള ആള് ആയിട്ട് ഇസ്ലാം പരിഗണിക്കുന്നത്. ആരെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പ്രതിഫലം നൽകാനിരിക്കുന്ന ആളല്ല അള്ളാഹു തആല എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.